മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് ആത്തച്ചക്ക എന്ന സ്വാദിഷ്ടമായ ഒരു ഫലവൃക്ഷത്തിൻ്റെ പരിചരണ രീതിയാണ്. അപ്പോൾ നമുക്കറിയാം, ആത്തച്ചക്ക പല തരത്തിലുണ്ട്. അപ്പം നാടൻ്റെ തന്നെ പച്ച കായകളുണ്ടാകുന്ന ഇനമുണ്ട്. അതുപോലെ തന്നെ ചുവന്ന കായകളുണ്ടാകുന്ന ഇനമുണ്ട്. ഇതിപ്പോൾ ചുവന്ന കായകളുണ്ടാകുന്ന ഒരു ആത്തച്ചക്ക ചെടിയാണ്. ഇത് ഞാൻ ഒരു നേഴ്സറിയിൽ നിന്നും വഡ് ചെയ്ത തൈ വാങ്ങിച്ചതാണ്. ഇതിപ്പം നട്ടത് 6 മാസമായി. 6 മാസമായ ഒരു തൈയാണ് നിൽക്കുന്നത്. അപ്പോൾ 6 മാസമായ ഒരു തൈക്ക് നമ്മൾ കൊടുക്കേണ്ട വളം, ഞാൻ കൊടുക്കുന്ന വളരീതി എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ കണ്ടു, ഞാൻ എല്ലുപൊടി ഏതാണ്ട് 2 കൈയും പിന്നെ അല്പം കൂടെ ഞാൻ ഇതിന് ചുവട്ടം ഇട്ട് കൊടുത്തു. വളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തു. നമ്മൾ ഏതൊരു സസ്യത്തിനും വളം ഇടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ വേരിന് നാശം ഉണ്ടാകാത്ത രീതിയിൽ അതിൻ്റെ ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കിയിടണം. ഇനി മണ്ണ് ഇളക്കാൻ ഒക്കത്തില്ലെങ്കിൽ, മണ്ണില്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും കല്ലില്ലാത്ത കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് അതിന് ചുവട്ടിലിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ വളം ഇട്ട് കൊടുക്കാവൂ. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും ഈ മണ്ണുമായിട്ട് യോജിച്ചെങ്കിൽ മാത്രമേ ആ വളം വിഘടിച്ച് അതിൻ്റെ ലായനി ആകുമ്പോഴാണ് സസ്യങ്ങൾ ഇത് വലിച്ചെടുക്കുന്നത്. അപ്പം ഇത് ദീർഘകാലമായി നമുക്ക് ഫലം തരുന്ന ഒരു വൃക്ഷമാണ്. അതുപോലെ ഇല പൊഴിയുന്ന ഒരു വൃക്ഷം കൂടിയാണ്. അപ്പം പച്ച നിറത്തിലുണ്ടാകുന്ന തനി നാടനാണ്. ഇത് തനി നാടനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നാടനെക്കാട്ടി അല്പം കൂടെ ഇലയ്ക്ക് വീതി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാടൻ ഇനം എനിക്കുണ്ട്, അതിന് ഞാൻ വളം ചെയ്ത വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ആത്തച്ചക്കയ്ക്ക് ഞാൻ എല്ലുപൊടി വിതറി. അപ്പം നാടൻ ഇനത്തിനെക്കാട്ടിൽ കുറച്ചുകൂടി വളം ഇതിന് നമ്മൾ ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ 2 കൈയും കുറച്ചുകൂടി ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് വേപ്പിൻ മണ്ണാക്കാണ്. കാരണം ആത്തയ്ക്കൊക്കെ പ്രതിരോധ ശക്തി കൂടുതലാണ്. എങ്കിലും ഞാൻ അല്പം വേപ്പിൻ മണ്ണ ഇട്ട് കൊടുക്കും. കാരണം പെട്ടെന്ന് കായ്ഫലം കിട്ടണമെന്നൊരു പ്രതീക്ഷയുണ്ട്. 2 കൊല്ലമെന്നാണ് അവർ പറഞ്ഞത്. 2 കൊല്ലം കൊണ്ട് തന്നെ ഇത് കായ്ഫലം കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കുറച്ച് വേപ്പിൻ മണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വേപ്പിൻ മണ്ണാക്ക് നമുക്കൊക്കെ അറിയാവുന്നതിലൂടെ തന്നെ ഒരു വളം മാത്രമല്ല, നല്ലൊരു കീടനാശിനി കൂടി ആണ് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ വേപ്പിൻ മണ്ണാക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ, ഇത് ചാരം കമ്പോസ്റ്റാണ്. ചാരം കമ്പോസ്റ്റ് കായ്ഫലം ഉണ്ടാകുന്ന എല്ലാ സസ്യങ്ങൾക്കും, എല്ലാ വൃക്ഷങ്ങൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ചാരം കമ്പോസ്റ്റ്. അപ്പോൾ ചാരം കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചാരം നേരിട്ടിട്ട് കൊടുത്താൽ അത് മണ്ണിൽ ലയിച്ചൊരു 3-3.5 മാസം എടുക്കും അത് വലിച്ചെടുക്കാൻ സസ്യങ്ങൾ. പക്ഷേ ഇതാവുന്നേ, ഇത് വലിച്ചെടുക്കത്തക്ക രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തതാണ്. കാരണം നമുക്കറിയാമല്ലോ, ചാരം നമ്മൾ എടുത്ത്, അതായത് വെണ്ണീർ നമ്മളെടുത്ത് ഇടഞ്ഞ മണ്ണ്, കല്ലില്ലാത്ത ഇടഞ്ഞ മണ്ണും തമ്മിൽ കൂട്ടി കലർത്തി വെള്ളമൊക്കെ തളിച്ച് ഉരുളുന്ന പരുവമാക്കി ചാക്കിനകത്ത് വാരിക്കെട്ടി 3 മാസം വെയിലേക്കാതെ മഴയേക്കാതെയൊക്കെ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ ഇതേ കളറിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മൾ മണ്ണ് ഇളക്കിയല്ലോ, ഈ ഇട്ട വളം മണ്ണ് വീഴണം. ഇട്ട വളത്തിൻ്റെ മുകളിൽ മണ്ണ് വീഴണം. അതുപോലെ നമ്മളിങ്ങനെ ചെറിയ വണ്ണം ഇട്ട് കൊടുക്കണം. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് സ്വന്തമായിട്ട് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ കഴിയുമെങ്കിൽ, അതിന് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആത്തച്ചക്ക പോലെ വളരെ ലളിതമായ രീതിയിൽ നട്ടു വളർത്തി പരിപാലിക്കാൻ പറ്റുന്ന പഴച്ചെടികൾ കൂടി നട്ടു വളർത്താമെങ്കിൽ ദീർഘകാലം നമുക്ക് ഇതിൻ്റെ ആദായം കിട്ടും. ആത്തച്ചക്ക തന്നെ ഇത് നാടൻ ചുവപ്പുണ്ട്, നാടൻ പച്ചയുണ്ട്, മുള്ളാത്ത ഉണ്ട്. ഒട്ടനവധി ഔഷധ ഗുണങ്ങളാണ് മുള്ളാത്ത എന്ന് പറഞ്ഞാൽ. പിന്നെ സീതപ്പഴം, ആത്തച്ചക്കന് സീതപ്പഴമുണ്ട്. അങ്ങനെയൊക്കെ 4ഓളം ഇനത്തിൽപ്പെട്ട ആത്തച്ചക്ക തന്നെ നമുക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ പുരയിടത്തിൽ വെറുതെ കിടക്കുമ്പോൾ, കാട് കയറി കിടക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരു നട്ടു വളർത്തിയാൽ 1-2 വർഷം കഴിയുമ്പോൾ സ്വാദിഷ്ടമായ പഴങ്ങൾ പറിച്ച് നമുക്ക് കഴിക്കാമെങ്കിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കും. ഒപ്പം കൃഷിയിലൂടെ നമ്മുടെ ശാരീരിക ഊർജം നമുക്ക് ലഭ്യമാവുകയും രോഗമില്ലാതെ ജീവിക്കാൻ ഒരു അവസരം നമുക്ക് ലഭ്യമാവുകയും ഈ നമ്മൾ നട്ട് വളർത്തുന്ന ഈ വൃക്ഷങ്ങൾ അത് പൂക്കുമ്പോൾ, അത് കായ്ക്കുമ്പോൾ, ആ ഫലം പറിക്കുമ്പോൾ, അത് കഴിക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകമായ സന്തോഷം, ആ ഒരു നിർവൃതി, ഇതൊക്കെ നമുക്ക്
അനുഭവിക്കുന്നുണ്ടേ നമ്മുടെ ആരോഗ്യവും ആയുസ്സും ഒക്കെ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി കാഴ്ചകൾ കാണാനും ആ രീതികൾ, ആ അറിവുകൾ ശേഖരിക്കാനും അറിവ് പങ്കുവയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ, നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദ്യമായി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.